ഇല്ല, ഒരു വിഷമമില്ല. ഇവരച്ഛൻ 2 പ്രാവശ്യം പോയി പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ വീട്ടിലെ വായിക്കൊണ്ടെന്നാൽ നമുക്കറിയത്തില്ല ഇവരെന്നുള്ളത്. പുള്ളി അവനെ അറിയത്തില്ല, കുഞ്ഞിയെ ഇല്ല, അവനെ എനിക്കറിയില്ല. പള്ളി കല്യാണത്തിനൊക്കെ പോയിട്ടില്ല. പിന്നെ ഇവിടെ കണ്ടല്ലേ, ഇവിടെ ഒരു വാടകയ്ക്കാണ് ഇതിനകത്ത് ഒരു വേറെ ഓടിട്ട വരെയായിരുന്നു. അത് ആര് വാടകയ്ക്ക്? ഈ തോമസിന് ഇവരാദ്യം ഇവിടെ വാടകയ്ക്ക്? ആദ്യം ഇവിടെ വാടകയ്ക്കായിരുന്നു. ഈ വീട്? ഈ വീട് ഇവിടെ കണ്ടായ കുറച്ചുണ്ടായതൊക്കെ. ഈ വീട് ഇതല്ലേ? അന്ന അവിടെ കിട്ടുമായിരുന്നു. ആണല്ലേ. ഇവിടെ എത്ര നാൾ താമസിച്ചായിരുന്നു? ഇവിടെ 5 കൊല്ലം താമസിച്ചു. ഇവിടെ എന്നിട്ടാണ് വീട് പണിഞ്ഞത്? വീട് സ്ഥലം വാങ്ങിച്ച് വീട് പണിഞ്ഞാ? അല്ല, എനിക്ക് പുള്ളി വാടകയ്ക്ക് താമസിച്ചായിരുന്നു. ഇവിടെ വാടക അല്ല, അവിടെ വീട് അന്നേരം ഇവിടെ താമസിച്ചോണ്ട് അവിടെ പുള്ളി 5 കൊല്ലം ഗൾഫിലായിരുന്നു. ശരി. ഗൾഫിൽ കിടന്ന സമയത്താണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ പുള്ളി അവിടെ സ്ഥലം മേടിച്ച് അത് പണിത്. തീർച്ചയായിട്ടും ഈ ഒരു അഡ്വക്കറ്റൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം എല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വീട് ചുമ്മാ കിടപ്പുണ്ട്. ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് താമസിച്ചാൽ പോലെ അവിടെ എന്തെങ്കിലും ഇപ്പം എന്താ പറയുന്നത്. പക്ഷെ അവൻ പാവമാണെന്ന് അവരുടെ നാട്ടുകാർ പറയും. അവൻ പാവമാണെന്ന് അവരുടെ നാട്ടുകാർ പറയും. അതും പറയുന്നുണ്ട്. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ എല്ലാവരും ഒരു കഴിവില്ലാത്ത പെങ്കട്ടല്ല, ഇത് കഴിവുള്ള കഴിവില്ലല്ലോ. അതെ, കഴിവുകൾ ഒത്തിരി ആയതുകൊണ്ട് അവന് വല്ല കോംപ്ലക്സ് ആയതാണോ? അതായിരിക്കും. അതും ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നാറുണ്ടല്ലോ. അവളത് കയ്യിൽ നിന്ന് ചാടി പോകുന്നൊരു പേടിയൊക്കെ വന്നതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വിലയിലാണല്ലോ. കാരണം ഇവിടെ സംബന്ധിച്ച് ഇവിടെ സോഷ്യലായിട്ട് എല്ലാവരുമായിട്ട് പെരുമാറും. ഇവനെ കാണുമ്പോൾ എന്തെങ്കിലും അതൊന്നും അതൊന്നും ഇല്ലാതെ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്നാന്ന് അറിയില്ല. തള്ളയും നാട്ടും അവിടെ പറഞ്ഞോട്ട് പറഞ്ഞു വരും. തള്ള പറയുന്നത് അപ്പുറത്തോട്ടൊന്നും പറയണ്ട പറയുന്നത് എന്നിങ്ങനെ പറയുന്നു. അമ്മായിയെ കണ്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ല. ഇവിടെ ഞാനില്ലാത്ത ഇവിടെ വന്നാലും ആ പെണ്ണോട് നിൽക്കാതെ അന്നായി പോവുള്ളൂ. ഓഫീസിലുണ്ടല്ലോ കാലായിരം ഇവിടെ പോവുള്ളൂ. ഇവിടെ നിൽക്കുകയല്ല അല്ലേ? ഈ കല്യാണത്തിന് പങ്കെടുത്തായിരുന്നു? കല്യാണത്തിൽ ഞങ്ങൾ പങ്കെടുത്ത അങ്ങനെയുള്ള പരിചയമുള്ളൂ. നമുക്ക് ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ടൊന്നും നമുക്കങ്ങനെ പുള്ളിയായിട്ട് അത്തരം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിഷമം ഉണ്ടായിട്ട് അറിയാമായിരുന്നു? ഞങ്ങൾക്കറിയത്തില്ല. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നപ്പോഴാണ് വരെ സംസാരിക്കുന്നത് അല്ലേ? ഇവിടെ അല്ലേ ഇലക്ഷൻ തന്നെ? ജിസ്മോളെ എനിക്കറിയാം. മറ്റവരെ അറിയത്തില്ല. ഇവിടെയല്ലേ ജിസ്മോള് മത്സരിച്ചത്? ഇവിടെയല്ലേ? ഇത് 13 ഇതൊന്നും കൂടെ വഴിയിലപ്പുറം അവർ നേരത്തെ കുഞ്ഞായിരുന്നത് ഈ ഇവിടെ ഒരു ചെറിയ വീടായിരുന്നു. ആ വീട്ടിലായിരുന്നു അവരുടെ വീട്. അവരിവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ ഒന്ന് നല്ലതാണ്. ഒരു കുഴപ്പമില്ല. അമ്മ മരിച്ചു പോയ ജിസ്മോൾക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്ന് വിഷമം ഉണ്ടല്ലോ. എന്നാലും സ്വന്തം അമ്മ മരിക്കുമ്പം. പക്ഷേ തീർച്ചയായിട്ടും പിന്നെ അമ്മ ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കത്തില്ല. കാരണം അമ്മയോടൊന്നും സങ്കടം പറയാനോ ഇതിനൊക്കെ നോർക്കാനോ വേറെ ആരും ഇല്ലാതെ പോയി. ആരോടും പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. ആരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യാൻ ആളില്ലായിരുന്നു അല്ലേ? പുള്ളിക്കാരത്തി എല്ലാം ഉള്ളിൽ ഒതുക്കി. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് തന്നെ ഇപ്പം മരിച്ച് ഇങ്ങനെ ചാനൽ വഴിയൊക്കെ അറിയുമ്പോൾ ഞങ്ങളൊക്കെ അറിയുന്നത്. ഇല്ല, കുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമില്ലായിരുന്നു നമ്മളും ചിന്തിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഷൈനിയായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു വിഷയം വേറെയാണ്. കാരണം അവർ മിസ്സായിട്ട് ഇവർക്കാകുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ വേണ്ടത് ചെയ്യാൻ എല്ലാവരും തയ്യാറാവുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.